ചെടിയുടെ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് ചാഞ്ഞതാണ്, ഞാൻ അവിടെ മറിഞ്ഞു വീണു. എന്നിട്ട് എൻ്റെ ഹസ്ബൻഡ്സിൻ്റെ ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അന്നേരം ഇന്ന് എന്താണെന്നല്ലേ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ് ട്രാൻസാക്ഷൻ നടന്നു, അപ്പോൾ അത് ബ്ലോക്ക് ചെയ്തു, ബാങ്കിനെ അറിയിക്കണം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ ആ ഒരുമിച്ചാണ് കാര്യങ്ങളെല്ലാം ചെയ്തത്. എന്നിട്ട് തിരിച്ച് വീട് വരെ എത്തി. അന്നേരം അതിനുശേഷം എനിക്ക് പുതിയ ക്രെഡിറ്റ് കാർഡ് ആക്ടിവേറ്റ് ചെയ്യണം നമുക്ക്. അന്നേരം അതിന് വേണ്ടിയിട്ട് അപ്പോയിൻമെൻറ്റ് ഇന്നാണ് കിട്ടിയത്. അന്നേരം നമുക്ക് ഒരുമിച്ച് തന്നെ അത് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് തിരിച്ചു വരാം. അന്നേരം നമുക്ക് പെട്ടെന്ന് തന്നെ റെഡി ആവാം. ഞാൻ ഇന്ന് പോണിറ്റെയിലാണ് കെട്ടിയിരിക്കുന്നത്. സാധാരണ ഞാൻ മുടി അഴിച്ചിടാറാണുള്ളത്. പിന്നെ ഞാൻ ഈ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ മുടി ഫ്രണ്ടിലോട്ട് കിടക്കുന്നത്. നമ്മൾ ബാക്കിലോട്ട് ഒതുക്കുവാണെങ്കിൽ പിന്നെ വാക്സ് ചെയ്യണം. മീൻസ് വാക്സ് എന്ന് പറയുമ്പോൾ മറ്റേ സ്റ്റിക്ക് വാക്സ് ഉണ്ടല്ലോ, അതിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യണം. അപ്പോൾ തൽക്കാലം എനിക്ക് അതിനൊന്നും സമയമില്ല. നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാം. 1:30ക്കാണ് അപ്പോയിൻമെൻറ്റ്. ഇപ്പോൾ എത്രയും ടൈം? ഇപ്പോൾ 12:30 നമുക്ക് അന്നേരം അരമണിക്കൂറേ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് പോയിട്ട് വരാം. ഓക്കെ, അന്നേരം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകൾ മിസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് കമൻറ്റുകൾ ഇടുന്നില്ല, വീഡിയോസ് ജസ്റ്റ് വാച്ച് ചെയ്യുന്നു. കമൻറ്റുകൾ മസ്റ്റായിട്ട് ഇടണം, എന്നാലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ എന്തൊക്കെയാണ് കാര്യങ്ങളാണ് ഇനി ചെയ്യാനുള്ളത്, ഇമ്പ്രൂവ്മെൻറ്റ് എന്തൊക്കെയാണ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ എനിക്ക് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റുകൾ ഇടണം. എന്നിട്ട് ഞാൻ ഒരുവിധം എല്ലാം റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് മോയ്സ്ചറൈസർ രാവിലെ എഴുന്നേറ്റപ്പം തന്നെ ഇട്ടു. ഇനി ഞാൻ മുഖത്തൊന്നും ചെയ്യുന്നില്ല. നമുക്കൊരു ലിപ് ബാം ഇടാം. അത് ഇന്ന് ഞാനിടുന്ന ലിപ് ബാം എന്ന് പറയുന്നത് മാക്കിൻ്റെയാണ്. പേര് ഞാൻ മറന്നുപോയി. അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞാനിതിൻ്റെ പേര് നോക്കിയെടുത്ത് ഇട്ടുതരാം. ഇത് ഫിനിഷായൊരു ബോട്ടിലാണല്ലോ. എൻ്റെ ഫിനിഷായി, അതൊന്നുമില്ല. അത് ഞാനിതിൻ്റെ ഫ്രഷ് ബോട്ടിൽ എടുത്തിട്ടെ. കിട്ടി, കണ്ടുപിടിച്ചു. ഇത് ഞാൻ എടുക്കാൻ പോയപ്പം ഇത് ഫ്രഷ് ഒന്നും അല്ല, ഞാൻ കുറേ ഉപയോഗിച്ചിട്ടുണ്ട്. അന്നേരം ഇത് തീർന്നു. അന്നേരം ഇത് രണ്ടും ഒരേ പാക്കേജ് ആയതുകൊണ്ട് മാറിപ്പോവും. അന്നേരം ഇത് നോക്കാൻ പോയപ്പോൾ എനിക്ക് വേറെ 2 ഐറ്റം കിട്ടി. അന്നേരം നമുക്ക് അതിടാം. കാരണം എന്ന് പറഞ്ഞാൽ ഇത് SPF ഉള്ളതാണ്. നമുക്ക് SPF ഉള്ള ലിപ് ബാം ഇട്ടുണ്ട്. എൻ്റെ ലിപ്പ് ഭയങ്കര ഡാർക്കായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ എൻ്റെ പിഗ്മെൻറ്റേഷൻ കംപ്ലീറ്റ് മാറി. ലിപ്പ് നല്ല പിങ്കിഷ് ആയിട്ടുണ്ട്. കാരണം ഞാൻ ഈ ലിപ് ബാം കഴിഞ്ഞ 5 വർഷമായിട്ട്, ഈ ലിപ് ബാം അല്ല, SPF ഉള്ള ലിപ് ബാം കഴിഞ്ഞ 5 വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. 5 അല്ല, അതേ കൂടുതലായി കാണും. 5-6 വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അന്നേരം എൻ്റെ പിഗ്മെൻറ്റേഷൻ എല്ലാം മാറി. SPF ഉള്ള കുറേ ലിപ് ബാം ട്രൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഏതാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ SPF ഉള്ള ലിപ് ബാം ഇട്ട പിഗ്മെൻറ്റേഷൻ മാറും, അതെനിക്കിപ്പോൾ ഉറപ്പായി. നമ്മളിപ്പോൾ SPF ഉള്ള ലിപ് ബാം ഇട്ടു. ഇനി നമുക്ക് ചെറിയൊരു കാര്യം അപ്ലൈ ചെയ്യാം. ഇതെന്ന് പറഞ്ഞാൽ എസ്റ്റീ ലോഡറിൻ്റെ ആണ്. ഇതൊരു ലിപ് ബാം പോലെ തന്നെയാണ്, പക്ഷേ ചെറിയൊരു കളർ ലിപ്പിന് കൊടുക്കും. പക്ഷേ ഇത് ലിപ്സ്റ്റിക്കോ കാര്യങ്ങളൊന്നും അല്ല, ടിൻറ്റഡ് ലിപ്പാണ്. ഓക്കെ, അത് ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ കൊച്ചു യാത്രകളിലൊന്നും ഈ ലിപ് ബാം ഒന്നും കൈ കൊണ്ടുപോകത്തില്ല. അന്നേരം ഇതിവിടെ വെക്കാം. അന്നേരം നമുക്കിനി റെഡി ആവണം. റെഡിയായിട്ട് ഞാൻ ഏത് ഡ്രസ്സൊക്കെ ഇടുന്നതെന്ന് കാണിച്ചു തരാം. ഞാൻ റെഡിയായി. ഞാൻ ഈ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കുറച്ച് ഞാൻ ദൂരെ നിന്ന് കാണിച്ചു തരാം. ഒരു ജീൻസും. ഓക്കെ, ഇവിടെ തണുപ്പാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ജാക്കറ്റ് ഇട്ടിരിക്കുന്നത്. നമുക്ക് പോയിട്ട് വരാം. ഈ ഡ്രസ്സ് ഞാൻ ഷീനിൽ നിന്ന് വാങ്ങിച്ച കേട്ടോ, ഈ ഒരു ഷർട്ട്. പിന്നെ പാൻസ് ഞാൻ ലുലുന്ന് വാങ്ങിച്ചതാണ്. ഷർട്ട് ഞാൻ ഷീനിൽ നിന്ന് വാങ്ങിച്ചതാണ്. ജാക്കറ്റ് ഓൾസോ ഫ്രം ലുലു. ഓക്കെ, സമയം കളയേണ്ട, പോയിട്ട് വരാം. അന്നേരം നമുക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളെല്ലാം ഒരുമിച്ച് കാണും. ഓക്കെ, അന്നേരം ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം എടുക്കട്ടെ. യൂബർ ബുക്ക് ചെയ്തു. ഒരു സെക്കൻഡ് പോലും എടുത്തില്ല. യൂബർ വന്നു. നമ്മളന്നേരം യൂബറിൽ കയറി പോവുകയാണ് നമ്മുടെ ബാങ്കിലോട്ട്. ഹലോ, അന്നേരം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ് ട്രാൻസാക്ഷൻ നടന്നു. നമ്മുടെ ഒരു $40 നഷ്ടപ്പെട്ടു. ചെറിയൊരു തുകയാണ് എങ്കിൽ പോലും നമ്മൾ അറിയാതെ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ നമുക്കൊരു ടെൻഷനാണല്ലോ. അങ്ങനെ പിന്നെ ഞാനത് ബാങ്കിനെ ഇൻഫോം ചെയ്തു. ബാങ്ക് എനിക്ക് പുതിയ ക്രെഡിറ്റ് കാർഡ് അവർ തന്നെ അപ്ലൈ ചെയ്ത് തന്നു. അതിനുശേഷം ക്രെഡിറ്റ് കാർഡ് കിട്ടി. അന്നേരം നമ്മൾ ഇന്നത് ആക്റ്റീവ് ആക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണ് എടുക്കുന്നത്. അന്നേരം കഴിഞ്ഞ വീഡിയോ കാണാത്തവർ മസ്റ്റായിട്ടും അത് വാച്ച് ചെയ്യണം. അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾ മസ്റ്റായിട്ടും കാണണം കേട്ടോ. ഇത് കുറച്ച് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോയും കൂടിയാണ്. കാരണം ഇങ്ങനൊരു ഫ്രോഡ് ട്രാൻസാക്ഷൻ നടന്നാൽ നമ്മൾ അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മസ്റ്റ് വാച്ചാണേ. നമ്മൾ എത്തി. അന്നേരം നമുക്കിനി പേയ്മെൻറ്റെല്ലാം കൊടുത്തിട്ട് ബാങ്കിലോട്ട് പോകാം. നോ പ്രോബ്ലം. താങ്ക് യു സോ മച്ച്.
ഇറ്റ്സ് ഓക്കെ. താങ്ക് യു ബ്രദർ. സോ നമ്മൾ ബാങ്ക് എത്തി. നമ്മളിന്ന് വന്നത് സിറ്റിക്കകത്തോടെ കേട്ടോ. അതുകൊണ്ട് വലിയ അന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ നിങ്ങൾ കാണണേ, ഞാൻ ലിങ്ക് ഇതിനകത്ത് ടാഗ് ചെയ്യാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിറ്റിക്കകത്തോടെ വന്ന്. ഇപ്രാവശ്യം അത് കുറച്ച് മാറിയിട്ട് നമ്മൾ ബിൽഡിംഗ് ഒക്കെ ആയിരുന്നു മാക്സിമം. പക്ഷേ ഈ ബാങ്കിൻ്റെ ഫ്രണ്ടിലൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാർഡനും കാര്യം. മൊബൈൽ ഫോൺ അകത്തോട്ട് അലൗഡ് അല്ല, കാരണം ഇവിടെ ഫ്രണ്ടിൽ തന്നെ ATM മെഷീൻ കൗണ്ടറാണ്. 2-3 ATMs ഉണ്ട്. അന്നേരം നമ്മൾ മൊബൈൽ ഫോണിൻ്റെ ക്യാമറയും കാര്യങ്ങളെല്ലാം ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട്. അന്നേരം ബാങ്കിനകത്ത് കയറി ഞാൻ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം തിരിച്ചു വന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ. ഹായ്. നീ കണ്ണാടി മാറ്റി. അങ്ങനെ ബാങ്കിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. കുറച്ച് ലേറ്റായി. ഒരു 1.5 hours ഞാനിവിടെ വെയിറ്റ് ചെയ്തു. കുറച്ച് തിരക്കുണ്ടായിരുന്നു. അന്നേരം എല്ലാം കഴിഞ്ഞു. യൂബർ ബുക്ക് ചെയ്തു. ഇനി നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ ക്രെഡിറ്റ് കാർഡ് ആക്ടിവേഷൻ നടന്നു. പുതിയ ക്രെഡിറ്റ് കാർഡെങ്കിൽ ഇനി കറക്റ്റായിട്ട് മാനേജ് ചെയ്യണം. കാരണം ഇനി എനിക്കിത് ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ ഭയങ്കര പാടാണ്. കാരണം അപ്ലൈ ചെയ്യണം, ഇതുപോലെ കിട്ടിയതിന് ശേഷം പിന്നെ അപ്പോയിൻമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം, പിന്നെ വന്ന് ആക്റ്റീവ് ആക്കണം. ഭയങ്കര പാടാണ്. ഞാൻ നല്ലൊരു ചെടി കാണിച്ചു തരട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെടിയാണ്. വീട്ടിൽ ഞാൻ വെച്ചിട്ടുണ്ട്, പക്ഷേ ഇത്രയും ഫ്ലറിഷായിട്ട് ഇത് വളർന്നിട്ടില്ല. 8538. ഒരു സെക്കൻഡ്. എൻ്റെ യൂബർ വന്നിട്ടുണ്ട്. ആ ചെടിയുടെ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് ചാഞ്ഞതാണ്. ഞാൻ അവിടെ മറിഞ്ഞു വീണ്. അതിനകത്തോട്ടങ്ങ് വീണ്. ആരും കണ്ടില്ല. ഓക്കെ. ഞാനിനി വീട്ടിൽ ചെന്നിട്ട് നല്ല വിശപ്പുണ്ട്. 2:30 മണിയായി. ഇവിടുത്തെ 2:30 മണിയായി. എനിക്ക് കറക്റ്റ് 3 മണിക്ക് ഇനി വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. അതിനകത്ത് വെച്ചിട്ട് പോയി ഫുഡ് കഴിക്കണം. പിന്നെ മോള് സ്കൂളിൽ നിന്ന് വരും. മോള് വന്നിട്ട് അവൾക്ക് ഫുഡ് കൊടുക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അന്നേരം വീട്ടിൽ ചെന്നിട്ട് നമുക്ക് കാണാം. കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, എല്ലാം സെറ്റാക്കി. ഇനി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അന്നേരം നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ബാക്കിയുള്ള പരിപാടികളിലോട്ട് കിടക്കാം. ഹിയർ പ്ലീസ് സ്റ്റോപ്പ്. ഓക്കെ, 1 second. How much? It's 8 riyal. 1 second. എത്തി. 1 minute. എൻ്റെ യൂബർ പോയി ഫ്ലാറ്റിൽ വന്നു. ഈ ഫ്ലാറ്റ് എന്ന് പറയുന്നത് കമ്പനിയുടെ അപ്പാർട്ട്മെൻറ്റാണ്. അന്നേരം എല്ലാവരും പരിചയക്കാരാണ്. അതായത് ഇവിടെയുള്ള എല്ലാ കുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും. കാരണം വർഷങ്ങളായില്ലേ. ഞങ്ങൾ തന്നെ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 8 വർഷമായി. അന്നേരം ഒരുമിച്ച് വളർന്ന് തിക്ക് ഫ്രണ്ട്സായി. അങ്ങനെയാണ് കുട്ടികൾ പോകുന്നത്. അന്നേരം അത് നല്ലതാണ് ആക്ച്വലി. പെണ്ണുങ്ങളെ സംബന്ധിച്ച് അവൾ ഒറ്റ ഒരാളാണ്. അന്നേരം അവൾക്ക് ആ ഒരു മിസ്സിങ് ഫീലിംഗ് ഒന്നുമില്ല. ഇത്രയും ഫ്രണ്ട്സ് ഇവിടെയുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കംഫർട്ടാണ് ഇവിടെ. ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരമാണ് താമസിക്കുന്നതെങ്കിലും, ഇപ്പം ഞാനിവിടെ ഖത്തറിലാണല്ലോ, എന്നാലും എനിക്ക് ഭയങ്കര കംഫർട്ടാണ് ഇവിടെ. എനിക്ക് തോന്നുന്നിപ്പം നാട്ടിൽ ചെല്ലുന്നതിനെക്കാട്ടിയും കൂടുതൽ ഫ്രണ്ട്സും കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു നല്ല വാല്യൂ ഉള്ള റിലേഷൻഷിപ്പും നല്ല നല്ല ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. എന്നിട്ട് എൻ്റെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഭാര്യമാരൊക്കെയാണ് എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ്. അന്നേരം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അന്നേരം എനിക്ക് വിശന്നിട്ട് വയ്യ. അന്നേരം ഞാൻ ഒരിച്ചിരി ഫുഡ് എടുത്തുകൊണ്ട് വരാം. ഓക്കെ. അന്നേരം വീട്ടിൽ വന്നു, ഫുഡ് കഴിക്കാൻ പോവാണ്. ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് റാഗിയാണ്. റാഗി
കുറുക്കിയത്. അന്നേരം എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളെല്ലാവരും കൂടെ ഇന്ന് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യണം. ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ്. പിന്നെ ഫ്രണ്ട്സിനോട് റിക്വസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങളെൻ്റെ കൂട്ടുകാരാണല്ലോ. അന്നേരം ഇത്രയേ ഉള്ളൂ. നല്ലപോലെ ടയേർഡായി, വിശന്നിട്ട് വയറ് കത്തുന്നു. അന്നേരം ഞാനൊന്ന് ആസ്വദിച്ച് റാഗി കുടിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് വർക്കിലോട്ട് സ്റ്റാർട്ട് ചെയ്യട്ടെ. അന്നേരം ഇന്ന് ഇത്രയേ ഉള്ളൂ. അന്നേരം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ, ലവ് യു.